ഞാൻ 2026 വാങ്ങിയ ബെസ്റ്റ് പെർഫ്യൂമിൽ ഒന്നാണ് കസമറാട്ടി ജെന്റിൽ ഓമോ. കസമറാട്ടി ലൈനപ്പ് തൊട്ടിട്ടില്ല. സെർജോഫിന്റെ തന്നെ ബ്രാൻഡിനാണ് കസമറാട്ടി എന്നുള്ള ഒരു ബ്രാൻഡ്. അവരുടെ 2018 ഇറങ്ങിയ പെർഫ്യൂമാണ് ജെന്റിൽ ഓമോ. ഇവരുടെ മെഫിസ്റ്റോ എന്നുള്ള പെർഫ്യൂമിന്റെ അടുത്ത ഫ്ലാങ്കറായിട്ടാണ് ഈ ഒരു പെർഫ്യൂം ഇറങ്ങിയത്. ഈ ചാകുമ്പോൾ കൊണ്ടുപോകാന്നുള്ള പേര് അല്പം മാറ്റം വരുത്താം, കാരണം അത് ചിലർക്ക് അത് നെഗറ്റീവായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ സ്വർഗത്ത് പോകുമ്പോൾ കൊണ്ടുപോകാൻ എന്നാക്കാം, അല്ലെങ്കിൽ സ്വർഗത്തിൽ ഉപയോഗിക്കാൻ എന്ന് വേണമെങ്കിൽ പറയാം. കയ്യിലിരിപ്പിച്ച് അവിടെ എന്തായാലും പോകാനൊന്നും പോകുന്നില്ല, അടിപാതാളമായിരിക്കും. എനിവേ, അപ്പോൾ ഈ ഒരു പെർഫ്യൂമാണ് എനിക്ക് ഇന്ന് റിവ്യൂ ചെയ്യാനുള്ളത്. ഞാൻ കഴിഞ്ഞ 1-2 ദിവസം, ഒരാഴ്ചയായിട്ട് ഞാനിത് ട്രൈ ചെയ്തു, ഒബ്സർവ് ചെയ്തു. അപ്പോൾ എൻ്റെ അഭിപ്രായമാണ് ഈ ഒരു പെർഫ്യൂമിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. കയ്യിലിരിക്കുന്ന ടെസ്റ്റർ ബാച്ചാണ്. ഇവിടെ മെഫിസ്റ്റോ ജെന്റിൽ ഓമോ എന്ന് കൊടുത്തിട്ടുണ്ട്, ബാച്ച് കോഡും കാര്യങ്ങളും. വേറെ പ്രത്യേകിച്ച് വലിച്ചു നീട്ടാനൊന്നും ഇല്ല ബോക്സിൽ. ടെസ്റ്റർ ബോക്സിനകത്ത് എന്ത് പറയാനാ, ബോട്ടിൽ അടിപൊളി ഒരു പ്രസന്റേഷനാണ്. കാസമറാട്ടിയുടെ ഒരു പ്രസന്റേഷൻ. എനിക്കൊരു ടൈ തിരിച്ച ഒരാളെ പോലെ തോന്നുന്നുണ്ട്, ഇറ്റാലിയൻ ഗൈ. ഇവിടെ മെഫിസ്റ്റോ ജെന്റിൽ ഓമോ എന്ന് കൊടുത്തിട്ടുണ്ട്, മെറ്റലാണ്. തൊട്ട് ബാക്കിലായിട്ട് നോട്ടും കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ക്യാപ്പ് കാസമറാട്ടിയുടെ ആ സെയിം ക്യാപ്പ് തന്നെയാണ്, പ്രത്യേകിച്ച് അകത്ത് എന്താ ലോഗോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഭാരമുള്ള ക്യാപ്പ്, മെറ്റൽ. സുഖമില്ല, മൂക്കടഞ്ഞിട്ടുണ്ട്, പനിയുമാണ്, അതുകൊണ്ടാണ് സ്വരത്തിൽ ചെറിയ വ്യത്യാസമുള്ളത്. ഓക്കെ, ഞാൻ കുറച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. ആദ്യത്തെ സ്പ്രേയിൽ തന്നെ, ഇത് ഈ പെർഫ്യൂം വാങ്ങി ആദ്യത്തെ സ്പ്രേയിൽ തന്നെ ഞാൻ ഇത് ഒരെണ്ണം കൂടി ഞാൻ ഓർഡർ ചെയ്തു ബാക്കപ്പായിട്ട്. കാരണം അത്രമാത്രം അഡിക്റ്റീവ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്, ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള പെർഫ്യൂം. നിങ്ങൾ ഇത് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്തേ പറ്റൂ, ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. എൻ്റെ ഇത് വാങ്ങിയില്ലെങ്കിൽ നിങ്ങൾ എവിടെന്നെങ്കിലും എയർപോർട്ടിൽ പോയിട്ടാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യണം. അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ ഒരു 1 ml എങ്കിലും നിങ്ങൾ വാങ്ങി ട്രൈ ചെയ്യേണ്ട ഒരു പെർഫ്യൂമാണ് കസമറാട്ടി മെഫിസ്റ്റോ. പ്രത്യേകിച്ച് ഫ്രഷ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവർ. ഇതിൻ്റെ നോട്ട്സ് ടോപ്പ് നോട്ടിൽ കൊടുത്തിരിക്കുന്ന ബെർഗാമോ, ലാവൻഡർ, ലെമൺ, ഗ്രേപ്പ് ഫ്രൂട്ട്. മിഡിൽ നോട്ടിൽ ഐറിസ്, റോസ്, വയലറ്റ്. ബേസ് നോട്ടിൽ ആംബർ, സീഡർവുഡ്, മസ്ക്. ഇത്രയാണ് നോട്ടായിട്ട് കൊടുത്തിട്ടുള്ളത്. മൂക്കടപ്പായതുകൊണ്ട് സൈനസൈറ്റിസിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് എനിക്കിപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ഇതിന്റെ മണം എക്സാക്റ്റ് ഇപ്പോൾ എനിക്ക് കിട്ടുന്നില്ല. പക്ഷേ ഒരാഴ്ച ഞാനിത് ട്രൈ ചെയ്തത് എനിക്ക് ഉറപ്പിച്ച് എനിക്ക് ഇതിന്റെ മണം കാണാപ്പാടമാണ്, ബൈഹാർട്ടാണ്. ഏറ്റവും ബെസ്റ്റ് പെർഫ്യൂമിൽ ഏറ്റവും ബെസ്റ്റ് ലാവൻഡർ നോട്ട് ചേർത്തിരിക്കുന്ന ഒരു പെർഫ്യൂമാണ് മെഫിസ്റ്റോ ജെന്റിൽ ഓമോ. ഏറ്റവും ബെസ്റ്റ് ക്ലിയർ ആയിട്ടുള്ള ലാവൻഡർ നോട്ട്, അതിനൊപ്പം ഐറിസ്, ലൈറ്റായിട്ട് സിട്രസി നോട്ട്. ഇത് 3 ചേർന്നാണ് ഈ പെർഫ്യൂം. പെർഫെക്റ്റ് എമൗണ്ട് ഓഫ് ലാവൻഡർ, അതുപോലെ തന്നെ വയലറ്റ് ഫ്ലവറിന്റെ നോട്ട് ചേർത്തിട്ടുണ്ട്. ഐറിസിന്റെ ഏറ്റവും ക്വാളിറ്റിയുള്ള ഐറിസ് ഡിയോഹോം ഇന്റൻസി ചേർത്തിരിക്കുന്ന ലിപ്സ്റ്റിക്കിന്റെ ഐറിസ് അല്ല, പ്രാണോമി ചേർത്തിരിക്കുന്ന ഐറിസ് ഉണ്ട്. ഒരു ബ്രൈറ്റ് ഫ്രഷ് ആയിട്ടുള്ള ഐറിസിന്റെ മണം. പിന്നെ ലെമൺ, സിട്രസി സ്മെൽ, അത് ചെറുതായിട്ടുള്ളൂ. പക്ഷെ ഇത് നിങ്ങളൊരു വയലറ്റ് കളറും ഒരു ലാവൻഡർ തോട്ടം, ഒരു 10-200 ഏക്കർ 10-300 ഏക്കർ വരുന്ന ഒരു ലാവൻഡർ തോട്ടത്തിന് നടുവിൽ പോയി നിങ്ങൾ നിൽക്കുമ്പോൾ ഉള്ളൊരു മണമാണ്. പൂക്കളുടെ കണ്ടമാനം മണം, ലാവൻഡർ പൂക്കളുടെ മണം ഇരച്ചു കയറും. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം. അത് ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പെർഫ്യൂം അല്ല, ഹെവൻലി സ്മെൽ ആയിട്ടുള്ള പെർഫ്യൂം. അതുകൊണ്ടാണ് ഞാൻ സ്വർഗത്തിൽ പോകുമ്പോൾ കൊണ്ടുപോകാനെന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞത്. അത്രയ്ക്ക് ഹെവൻലി ആയിട്ടുള്ള ഒരു സ്മെല്ലാണ്. നമുക്കൊരു ഇറ്റാലിയൻ കോസ്റ്റിൽ, ഇറ്റാലിയൻ തീരത്ത് നമുക്ക് ഒരു വെസ്പ സ്കൂട്ടിലൊക്കെ തൊപ്പിയും വെച്ച് ചുറ്റിക്കറങ്ങുന്ന ഒരു സഞ്ചാരിയെ പോലെയൊക്കെ തോന്നുന്ന ഒരു ഫീൽ തരുന്ന ഒരു പെർഫ്യൂം. പക്ക സമ്മർ വൈബ് തരുന്ന പെർഫ്യൂം. പക്ഷെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ള ഒരു പെർഫ്യൂമായിട്ടൊരു ബന്ധമില്ലാത്തൊരു മണമാണ്. ലാവൻഡറിന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള നോട്ടാണ് ലാവൻഡർ. ഭയങ്കര ഹെവൻലി സ്മെല്ലാണ് ലാവൻഡറിന്റെ മണം. ലാവൻഡറിന്റെ മണം ഇഷ്ടമില്ലാത്ത ആൾക്കാരില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മണമാണ് ലാവൻഡർ. ഈവൻ റോസ് ചിലർക്ക് ഒഫൻസീവ് ആയിട്ട് തോന്നാം, പക്ഷെ ലാവൻഡർ അങ്ങനെയല്ല. ലാവൻഡർ അങ്ങനെ ഒരു പ്രത്യേകത. ജാസ്മിൻ ചിലർക്ക് ഒഫൻസീവ് ആയിട്ട് തോന്നാം, പക്ഷെ ലാവൻഡറിന് അങ്ങനെയല്ല. ലാവൻഡർ എല്ലാവരും ശ്രദ്ധിക്കും ഈ മണം എന്താണെന്ന് അറിയാം. അപ്പൊ അതുപോലത്തെ നല്ല ലാവൻഡർ സ്മെല്ല്. അതുപോലെ തന്നെ എവിടെയോ ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു ബാർബർ ഷോപ്പ് ടൈപ്പ് DNA ചേർന്ന് വരുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു DNA ആണ് ഫ്രഷ് പെർഫ്യൂമിൽ ബാർബർ ഷോപ്പ് ടൈപ്പ് DNA. അത് ഓൾഡ് ക്ലാസിക് ബാർബർ ഷോപ്പ് അല്ല, പുതിയത് അല്ലെങ്കിൽ വലിയ രീതി. ഇപ്പം LV, ഗൂച്ചിക്കൊക്കെ ഒരു ബാർബർ ഷോപ്പ് ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും, ഒരു ആഡംബരമായിട്ടുള്ള, അല്ലെങ്കിൽ ഈ വിരാട് കോഹ്ലി, ക്രിക്കറ്റ് പ്ലേയേഴ്സ്, സെലിബ്രിറ്റികളൊക്കെ പോകുന്ന സ്പാ അല്ലെങ്കിൽ സലൂൺ, അവിടെയൊക്കെ കയറി ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു റിച്ച് ഹൈ ക്ലാസ് സ്മെൽ ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു പൗഡറി ലാവൻഡർ ഹൈ ക്ലാസ് സ്മെല്ലാണ് ഈ പെർഫ്യൂം. സോ ഇതാണ് ബേസിക്കലി പെർഫ്യൂം. നിങ്ങളിത് ട്രൈ ചെയ്തേ പറ്റൂ, സ്കിപ്പ് അടിക്കരുത്. ഇതൊക്കെ നിങ്ങൾ വൺസിൻ്റെ വയൽ നിങ്ങൾ ട്രൈ ചെയ്യേണ്ട പെർഫ്യൂമാണത്. ലൈഫ് ടൈമിൽ നിങ്ങൾ ട്രൈ ചെയ്യേണ്ട പെർഫ്യൂമിൽ പെട്ടതാണ് ഈ സാധനം. എനിക്കിത് കോംപ്ലിമെന്റ് കിട്ടി. അത് കോംപ്ലിമെന്റ് കിട്ടിയത് തികച്ചും അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കോംപ്ലിമെന്റ് ആയിരുന്നു. എനിക്ക് കഴിഞ്ഞ വീക്ക് ഞാൻ ഫാമിലി ആയിട്ട് തെങ്കാശിയിൽ പോയി. അവിടെ മേക്കറൈ, സുന്ദരമണ്ഡിപുരം ഒക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയത് അച്ചൻകോവിൽ റൂട്ടാണ്. അവിടെ ഞങ്ങൾ ഒരു സ്ഥലത്തെത്തി. രാവിലെ ഫുഡ് കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ കയറി. അപ്പോൾ ഞങ്ങൾ കഴിക്കുന്ന സമയത്ത് കുറച്ച് തമിഴന്മാർ കയറി വന്നു. ഒരു പിള്ളേർ സെറ്റ്, പിള്ളേർ 10-30 വയസ്സുള്ള 10-25-20 വയസ്സുള്ള കുറച്ച് ആൾക്കാർ കയറി വന്നു.
ഇപ്പം ഞാൻ രാവിലെ എൻ്റെ ഷർട്ടിൽ ഇതിൻ്റെ ലോങ്ജിവിറ്റി അറിയാൻ വേണ്ടിയിട്ട് തമിഴ്നാട്ടിലെ ഹൈ ഹീറ്റിൽ എങ്ങനെ നിൽക്കുന്നത് അറിയാൻ വേണ്ടി ഷർട്ടിൻ്റെ ഈ ഒരു ഭാഗത്ത് ഒരു സ്പ്രേ അടിച്ചു, ഒരു സ്പ്രേ, അതുകൊണ്ട് ഇപ്പുറത്ത് ഒരു സ്പ്രേ അടിച്ചു, വേറെ ഒന്നും അടിച്ചില്ല, അതിൻ്റെ പുറത്ത് വേറെ ഒന്നും അടിച്ചില്ല. ഈ 2 സ്പ്രേ അടിച്ചിട്ട് ഞാൻ ഇവിടുന്ന് 5 മണിക്ക് ഇറങ്ങി, അവിടെ ഒരു എനിക്ക് തോന്നുന്നു 9 മണിയായിട്ടുണ്ടാവും, ചെന്ന് ഇറങ്ങി ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇവർ പറയാണ്, മച്ചാ എங்கே ഇരുന്നൊരു വാസം വരുത്തു മച്ചാ, ഇങ്ങനെ തമിഴ് പറയുക. അപ്പം എനിക്കപ്പം മനസ്സിലായില്ല, പിന്നെ ഹോട്ടലിൽ വല്ല മണമായിരിക്കാം. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ട്രാവൽ ചെയ്തു. അപ്പം മേക്കർ എത്തിയപ്പോഴത്തേക്ക് സുന്ദരവാണ്ടിപുരത്ത് പോകാനുള്ള വഴി ഞങ്ങൾക്ക് തീട്ടമില്ല. അങ്ങനെ അവിടെ നിൽക്കുന്ന 1-2 പേരോട് ചോദിച്ചു. ഒരു പയ്യൻ പറഞ്ഞു, കുറച്ച് പൈസ തന്നാൽ മതി, ഞാൻ കൂടെ വരാം, ലൊക്കേഷൻ കാണിച്ചില്ലാന്ന് പറഞ്ഞു. അപ്പോൾ ശരി, ഓക്കെ, കയറിക്കോ. അപ്പോൾ കാറിൽ കയറി ഒരു 10 മിനിറ്റ് ടൈം എന്നോട് ചോദിക്കുക, സാർ എന്നെ പെർഫ്യൂം സാർ കാറിൽ എനിക്ക് പോട്ടിരിക്കുക. ഞാൻ പറഞ്ഞ് പെർഫ്യൂം ഇല്ല, കാറിൽ പെർഫ്യൂം. അപ്പം ഞാൻ എൻ്റെ കാറിൽ അങ്ങനെ പെർഫ്യൂം അങ്ങനെ കാർ ഫ്രഷ്നർ ഒന്നും വെക്കാറില്ല, തലവേദന വരും. ഞാൻ പറഞ്ഞു ഇല്ല പെർഫ്യൂം ഇല്ല സാർ, കണ്ടിപ്പാ ഇருக்கு സാർ, നല്ല വാസം വരും, ഒന്നും പറയില്ല. ഞാൻ പറഞ്ഞു വാസം. അപ്പം ഞാൻ പിറകിൽ എൻ്റെ അനിയൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പം അവർ പറയുന്നത് മണം വരുന്നുണ്ട്, പക്ഷെ ഏതാണെന്ന് അറിയില്ല, അപ്പോൾ കാറിൽ തന്നെ ആയിരിക്കും. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, ഈ മണമാണോ സാർ? ഇതാ സാർ ഫോറിൻ പെർഫ്യൂമാ? ഞാൻ പറഞ്ഞു ആമാ ഫോറിൻ പെർഫ്യൂം സാർ, തൂക്കുത് സാർ, സെമ്മയാ ഇருக்கு സാർ. അപ്പോൾ ഞാൻ പറഞ്ഞു താങ്ക് സോ മച്ച്. അപ്പം ഈ ഒരു പെർഫ്യൂം ഒരു സ്പ്രേ എൻ്റെ കയ്യിലെ ഈ ഒരു ഭാഗത്ത് ഇപ്പുറത്തെ ഭാഗത്ത് അടിച്ചു. അത് എത്ര നേരം കഴിഞ്ഞിട്ട്, ഞാൻ രാവിലെ ഇവിടെ 5 മണിക്ക് ഇറങ്ങി, അവിടെ എത്തിയപ്പോൾ 10-12 ആയി. അവിടെ കുറ്റാലത്തും സുന്ദരവാണ്ടിപുരത്തൊക്കെ കറങ്ങിയിട്ടാണ് ഈ പുള്ളിക്കാരി ഈ കാര്യം പറയുന്നത്. അപ്പോൾ സോ ഭയങ്കര പെർഫോമൻസ്. പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഇതിന്റെ ഈ പയ്യൻ പറഞ്ഞ് ശരിയാണെന്ന് അറിയാൻ വേണ്ടി 2 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ ഷർട്ടിൽ നിന്ന് ആ മണം മാറുന്നില്ല. ഇപ്പോഴും ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട്, ഷർട്ട് മാറ്റിയിട്ടിരിക്കുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഷർട്ട് എടുത്ത് സ്മെല്ല് ചെയ്ത് ഈ മണം ഉണ്ടാവും. സോ അതാണ് ഇതിന്റെ ലോങ്ജിവിറ്റിയും. അത് തമിഴ്നാട്ടിലെ ആ ചൂട് കാലാവസ്ഥയിൽ അറിയിക്കണം. സോ അതാണ് ഈ പെർഫ്യൂം. ഞാൻ അപ്പം മനസ്സിൽ വിചാരിച്ചു, ഈ സാധനം ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത് റിവ്യൂ ചെയ്തേ പറ്റൂ, പരിചയപ്പെടുത്തണം, ഇങ്ങനെയുള്ള ഹൗസൊക്കെ പരിചയപ്പെടുത്തണം. അപ്പൊ ഡെഫിനറ്റ് ആയിട്ട് വാങ്ങുക, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഇതാണ് എനിക്ക് കോംപ്ലിമെന്റ്. ഇപ്പം നമ്മൾ എല്ലാ പെർഫ്യൂമിനും അങ്ങനെ കോംപ്ലിമെന്റ് കിട്ടത്തില്ല, കിട്ടിയ കാര്യങ്ങൾ ഞാൻ തുറന്ന് പറയുന്നത് മാത്രം. അങ്ങനെ ഒരു നല്ലൊരു അനുഭവം ഉണ്ടായി. ഈ ഒരു പെർഫ്യൂം ആദ്യത്തെ സ്പ്രേയിൽ അത് ചായക്കടയെന്നും പറഞ്ഞു, അതിനുശേഷം ഈ പുള്ളിക്കാരനും പറഞ്ഞു, പിന്നെ എല്ലാവരും പറഞ്ഞു ഈ മണമാണോ, ഇത് കുറച്ച് രാവിലെ തൊട്ടേ ഈ മണം വരുന്നുണ്ട്. അപ്പൊ ഇവരെല്ലാം വിചാരിച്ച് കാറിനകത്തിന് വരുന്ന മണമില്ലാണെന്ന് അവർ കരുതിയത്. അത് കൊള്ളാലോ. ഇനി ഇതിന്റെ ലോങ്ജിവിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ 2 ദിവസമൊക്കെ ഷർട്ട് നിൽക്കുന്നുണ്ട്. എത്ര സ്പ്രേ അടിക്കും? 6 സ്പ്രേ ഒക്കെ മതിയാവും. ആദ്യത്തെ 3-4 മണിക്കൂർ സ്ട്രോങ് പ്രൊജക്ഷനാണ്, നല്ല പ്രൊജക്ഷൻ ഉണ്ട്. പ്രൊജക്ഷന് മാത്രമല്ല, ഇതിന് ഏറ്റവും എടുത്തുകൊണ്ട് മണം, അത് ഒരു കിട്ടില്ല മണം, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു മണം. അത് നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ. ലാവണ്ടർ പൂക്കളും ഒക്കെ ചേർത്ത്, ഐറിസും വയലറ്റ് ഫ്ലവർ ഒക്കെ ചേർന്ന് വരുന്ന ഒരു മോഡേൺ ആയിട്ടുള്ളൊരു സ്മെല്ല്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടില്ലേ, സെലിബ്രിറ്റികളൊക്കെ എയർപോർട്ടിലൊക്കെ ഇങ്ങനെ വെള്ള ഷർട്ടൊക്കെ ഇട്ട് ഇങ്ങനെ പാഞ്ഞ് നടന്നു പോകുന്നത്. അപ്പം എനിക്ക് എന്ത് സ്പ്രേ ഉപയോഗിക്കും? ഇപ്പം ഇതുപോലുള്ള പെർഫ്യൂംസ് ഒക്കെ ആയിരിക്കും ആ സമയത്തൊക്കെ ഉപയോഗിക്കുന്നത്. ഇനി ഇത് യൂണിസെക്സ് ആണ്, എൻ്റെ അഭിപ്രായത്തിൽ യൂണിസെക്സ് ആണ്. 2 കൂട്ടർക്ക് യൂസ് ചെയ്യാം. ലാവണ്ടർ പൂക്കൾ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികൾക്ക് ഉപയോഗിക്കാം, ആണുങ്ങൾക്ക് ഉപയോഗിക്കാം. യൂണിസെക്സ് ആയിട്ടുള്ള പെർഫ്യൂം ഗേൾസിന് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പെർഫ്യൂം ആയിരിക്കും ഇത്. നിങ്ങൾക്ക് ഗേൾ ഫ്രണ്ടൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭാര്യയായിട്ടൊക്കെ പുറത്ത് പോകുന്ന സമയത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ പെർഫ്യൂം. ഓഫീസിൽ യൂസ് ചെയ്യാം, ഏറ്റവും സേഫ് ആയിട്ടുള്ള ഓഫീസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പെർഫ്യൂമാണ്. പാർട്ടിയിൽ, കല്യാണം, വളരെ യുണീക്ക് ആയിട്ടുള്ള പെർഫ്യൂം. നിങ്ങൾ എന്താണെന്ന്, നിങ്ങളുടെ വെൽത്ത് എന്താണെന്ന്, നിങ്ങളുടെ ക്യാരക്ടർ എന്താണെന്ന് വിളിച്ച് പറയുന്ന ഒരു പെർഫ്യൂം. സോ ഇത് പെർഫെക്റ്റ് സിഗ്നേച്ചർ സെൻഡ് ആക്കാൻ പറ്റിയ ഒരു പെർഫ്യൂമാണ് മെഫിസ്റ്റോ ഗിൻഡിൽ വുമോ. ഡീക്കൻഡ് വാങ്ങി ട്രൈ ചെയ്തിട്ട് വേണം ഈ പെർഫ്യൂം വാങ്ങാൻ. വില വരുന്നത് അറൗണ്ട് ഒരു 18,500-20 ഈ റേറ്റിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ചീപ്പായിട്ടുള്ള പെർഫ്യൂം അല്ല. എനിക്ക് തോന്നുന്നു സെർജോഫിൽ തന്നെ അല്പം കൂടി നീഷായിട്ടുള്ള സാധനമാണ് കാസമറായിട്ട് എന്ന് തോന്നാറുണ്ട്. ഇവരുടെ ഇറ്റാലിക്കാണെങ്കിലും ലൈറ ആണെങ്കിലൊക്കെ ഒരു രക്ഷയില്ലാത്ത പെർഫ്യൂം. ഉടനെ റിവ്യൂ ചെയ്യുക. അതൊക്കെ ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. എവിടെയെങ്കിലും എയർപോർട്ടിൽ നിന്നാണെങ്കിൽ എയർപോർട്ടിൽ നിന്ന് ട്രൈ ചെയ്യുക. ഡീക്കൻഡ് വാങ്ങാൻ പറ്റുന്നത് ഡീക്കൻഡ് വാങ്ങി ട്രൈ ചെയ്യുക. അത് നിങ്ങൾക്ക് ഇഷ്ടം. ഞാൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ താഴെ കമന്റിൽ വാട്സപ്പ് നമ്പരും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും അപ്ഡേറ്റ് ചെയ്യാം. വാങ്ങാൻ താല്പര്യമുള്ളവർ ട്രൈ ചെയ്തിട്ട് ഫുൾ ബോട്ടിൽ വാങ്ങാൻ വേണ്ടി തീരുമാനിക്കാം. താങ്ക് യു സോ മച്ച്.